ഇന്ന് യൂബർ ഓടിക്കുമായിരുന്നു. ഇന്ന് യൂബർ ഓടിച്ചിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഒരു നേഴ്സിംഗ് ഹോമിൻ്റെ ഇവിടെ ഈ നേഴ്സിംഗ് ഹോമിൽ ഒരാളെ കൊണ്ടുവിടാനായിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഓടിച്ചു കഴിഞ്ഞിട്ടുള്ള ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇന്നത്തെ നോക്കുവാണെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിയത് ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് ഇതാ 8:19 AM യൂബർ എക്സ് $9.02 ബെൽവുഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ടുവിട്ടതാണ്. കണ്ടിട്ട് അവർ അവിടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത്. അവർ ആ കെട്ടിടത്തിൻ്റെ പുറകിലേക്ക് കൊണ്ടുവിടാനാണ് പറഞ്ഞത്. പുറകിൽ ഒരു എൻട്രൻസ് ഉണ്ട്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ബെസ്റ്റ് മോർ മേയേഴ്സ് റോഡിൻ്റെ അവിടെയായിരുന്നു, ലംബാഡിൽ. വെയിറ്റ് ടൈം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങി വന്നത്. അപ്പം എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്തു? 45 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. 45 സെക്കൻഡാണോ 0.45 മിനിറ്റ് എന്നാണ് പറയുന്നത്. അത്ര 0.45 മിനിറ്റിൻ്റെ അത്രയും വെയിറ്റ് ചെയ്തു. അതാണ് ആദ്യത്തെ ട്രിപ്പ്. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഒരെണ്ണം ഒരു മുടിവെട്ട് സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ടുവിട്ടതാണ്. വില്ല പാർക്കിൽ നിന്ന് ഒരു മുടി വെട്ടുന്ന സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ടുവിട്ടതാണ്. അവർ താക്കോലിട്ട മുടി വെട്ടുന്ന സ്ഥലം തുറക്കണം കണ്ടോ. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആൾ തന്നെയായിരിക്കണം. അപ്പോൾ അത് അവർ $2 ടിപ്പ് തന്നു. ഇതവർ തന്ന $2 ടിപ്പ്. എന്തായാലും ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതാണ്. $2 $2 ആയല്ലോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തൊട്ടടുത്തുനിന്ന് തന്നെ ഒരുത്തനെ കിട്ടിയായിരുന്നു. ജെയ്സൺ എന്നായിരുന്നു അയാളുടെ പേര്, ഞാൻ ഓർക്കുന്നുണ്ടത്. അയാൾ വില്ല പാർക്കിലെ അഡ്രസ്സിലേക്ക് തന്നെ കൊണ്ടുവിടേണ്ടി വന്നു. അയാളുടെ ടിപ്പൊന്നും തരുമെന്ന് എനിക്ക് തോന്നണില്ല. അയാൾക്ക് 4.81 റേറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മയിൽ അത്ര റേറ്റിംഗ് ഉള്ളൂ. ഇപ്പം ഞാൻ വിചാരിച്ചു തൊട്ടടുത്താണല്ലോ, പിന്നെ എനിക്ക് പോകേണ്ട ഡയറക്ഷനിലേക്കാണല്ലോ അവൻ പോകേണ്ടത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും പോയി പിക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ച് പിക്ക് ചെയ്തതാണ്. പിന്നെ അവസാനം ഒരാളെ ഈ നേഴ്സിംഗ് ഹോമിലേക്ക് ഞാൻ കൊണ്ടുവിട്ടതാണ് അവസാനത്തെ ട്രിപ്പ് യൂബറിൽ. നോക്കി, അവർ $7 ട്രിപ്പ് തന്നു. എൻ്റെ ദൈവമേ. ഇത് വന്നയാളുടെ പേര് റോസ്ലിൻ എന്നായിരുന്നു. റിക്വസ്റ്റ് ചെയ്ത ഒരാൾ വേറൊരാളായിരുന്നു. ഇങ്ങനെ ഗസ്റ്റ് റൈഡായിരുന്നു. എന്താണെങ്കിലും നോക്കി $7 ട്രിപ്പ് തന്നു. അത് ഭയങ്കര സംഭവമായി പോയി. പിന്നെ ഡൗൺ സ്ക്രൂവിൽ നിന്ന് ഡൗൺ സ്ക്രൂവിലേക്ക് തന്നെ. ഈ സ്ഥലത്തിൻ്റെ പേര് ഡൗൺ സ്ക്രൂവാണ്. അപ്പോൾ ഒരു ടൗൺ ഹോമോ അങ്ങനെ ഏതാണ്ടൊരു വീടുകളുള്ള ടൗൺ ഹോം പോലത്തെ വീടുകളുള്ള സ്ഥലത്ത് നിന്നായിരുന്നു. എന്തായാലും $7 അത് ഭയങ്കര ലക്കായി പോയിട്ടോ. എന്താണെങ്കിലും അവർക്ക് അത്രയും തരേണ്ടതെന്ന് ആവശ്യമില്ലായിരുന്നു. തന്നില്ലെങ്കിലും എനിക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണേലും നല്ലതായിപ്പോയി. എന്തായാലും നല്ല കാര്യം. ഈ നേഴ്സിംഗ് ഹോം അല്ല, ഇത് സീനിയർ ലിവിങ്ങിൻ്റെ സ്ഥലമാണ്. ഈ ഓരോ ബാൽക്കണിയൊക്കെ ഉണ്ടല്ലോ, അത് ഓരോ ആൾക്കാർക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പോലത്തെ സാധനമാണ്, പ്രായമുള്ളവർക്ക് താമസിക്കാനുള്ള. അപ്പോൾ അവർക്ക് ഈ ചിലർക്ക് വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരുണ്ടാവും, അങ്ങനെ ഹെൽപ്പ് വേണ്ടവരൊക്കെ കാണും. പിന്നെ എല്ലാവരും കൂടെ ഓരോരുത്തർ താമസിക്കുമ്പോൾ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസൊക്കെ കാണും. പ്രായമുള്ളവരുടെ നമ്മുടെ നാട്ടിലെ പേര് പറയുകയാണെങ്കിൽ വൃദ്ധസദനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ്. പിന്നെ ലിഫ്റ്റിൽ ഒരു റൈഡ് ചെയ്തുള്ളൂ. ഇതാണ് അതൊരു ഗ്രോസറി കടയിലേക്ക്, പച്ചക്കറി കടയിലേക്ക് ജോലിക്ക് പോകുന്ന ആളായിട്ട് എനിക്ക് തോന്നണേ. കാരണം അവരുടെ ഉടുപ്പിൽ അതിൻ്റെ പേര് കണ്ടായിരുന്നു, കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നണേ. അപ്പോൾ ഇത് ഈ ലിഫ്റ്റിലാണെങ്കിൽ നമ്മൾ അവരെത്ര പേ ചെയ്തൊന്നും കാണിക്കുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, അവർ പേ ചെയ്ത് എവിടെയോ കാണിക്കുമായിരുന്നു പണ്ട്. ഇപ്പോൾ അത് നിർത്തിയോ? നേരത്തെ കാണിക്കുമായിരുന്നു അവരെത്ര. പാസഞ്ചർ പേയ്മെൻറ്റ് $13.90 പേ ചെയ്തു. എനിക്ക് കിട്ടിയത് $7.15. ഭയങ്കരം തന്നെ. ലിഫ്റ്റ് കൊമേഴ്ഷ്യൽ ഓട്ടോ ഇൻഷുറൻസ്, അതർ എക്സ്പെൻസ്, അതൊക്കെ എന്നാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഈ നമ്പർ കറക്റ്റാണോ നമുക്ക് വെരിഫൈ ചെയ്യാനും പറ്റില്ല. ഒരു കൊമേഴ്ഷ്യൽ ഓട്ടോ ഇൻഷുറൻസിന് അത്രയാണോ കൊടുത്തതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ലിഫ്റ്റ് ഫീ $4.97. ബാക്കി എല്ലാ ചിലവും ഞാൻ എടുക്കണം. ഇവർ ആപ്പും റൈഡറേയും തരും, വേറെ ഒന്നും അവർ തരുന്നില്ല. ബാക്കി ചിലവ്, കാറിൻ്റെ ചിലവ്, കാറിൻ്റെ പേഴ്സണൽ കാറിൻ്റെ ഇൻഷുറൻസ്,
പിന്നെ പെട്രോളിൻ്റെ ചിലവ്, മെയിൻ്റനൻസ്, റിപ്പയർ, ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ഇങ്ങനെയാണ് ഇവിടുത്തെ റൈഡ് ഷെയർ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ.